ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്ററിലെ ഫ്രെയിമിംഗ് വാല്യൂസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ നറേറ്റീവ്സ് ഫോർ സയൻസസ് എന്നുള്ള VAC വാല്യൂ ആഡഡ് കോഴ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കഴിഞ്ഞ 2 സെമസ്റ്ററിലും ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻഡിൽ നമ്മളൊരു റിവിഷൻ പോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫെൻഡഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ബൈ BR അംബേദ്കർ. BR അംബേദ്കറിൻ്റെ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഭരണഘടനയുടെ ശില്പിയാണ് അദ്ദേഹം. അപ്പോൾ ഭരണഘടന റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത്രയും മേജർ ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് BR അംബേദ്കർ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അത് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ചാപ്റ്റർ ഒത്തിരി ലെങ്തിയാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സ്പീച്ച് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫോർ ദ സെലിബ്രേഷൻ ഓഫ് നേഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അച്ചീവ്മെൻറ്റ് ആൻഡ് എ സോബർ റിമൈൻഡർ ഓഫ് ദി റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഡീറ്റെയിൽ. മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നേഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അച്ചീവ്മെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഭരണഘടന കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് അത് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചു, അതേപോലെ അത് എത്രത്തോളം നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്കതൊരു റിമൈൻഡർ കൂടെ തരണം. അതായത് ഇത്രയും കാലം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാലും അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി അതിന് സാധിക്കില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇനി എന്ത് നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടെ പറയുന്ന രീതിക്കാണ് അദ്ദേഹം ആ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള എല്ലാ ലൈൻസും പറഞ്ഞു പോകുന്നതായിരിക്കും. ഞാനത് ജസ്റ്റ് ക്ലാസ് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അണ്ടർലൈൻ ചെയ്ത് വെച്ചതാണ്. അത് പിന്നെ ഞാൻ അങ്ങനെ PPTയിൽ ആഡ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അതാണ് ആ അണ്ടർലൈനും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാ ലൈൻസും നമ്മൾ സാധാരണ ചാപ്റ്റർ ചെയ്യുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ മേജറായിട്ടുള്ള എല്ലാ ലൈൻസും നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിന് ആരുടെത്തൊക്കെയാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വിജയകരമായിട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനുള്ള ക്രെഡിറ്റ് അദ്ദേഹം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം സർ BN റാവുവിനാണ് ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യുന്ന പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കട്ടെ, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സർ BN റാവുവിനെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസ്, അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി എന്ന് പറയുന്നത് സർ BN റാവുവാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ആയിട്ടുണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അദ്ദേഹം ഫസ്റ്റ് തന്നെ എടുത്തു പറയുകയാണ്. ഹു പ്രിപ്പയർഡ് എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി സർ BN റാവു ആണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രെഡിറ്റ് പറയുകയാണ്. പിന്നീട് അദ്ദേഹം അവിടെ മെൻഷൻ ചെയ്യുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിനാണ്, മെമ്പേഴ്സ് ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ അതിനകത്തുള്ള ആളുകൾ അവരുടെ ആ ഒരു കപ്പാസിറ്റി ടു ടോളറേറ്റ് ആൻഡ് അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് വ്യൂ. പല ആളുകളാണ് അവരുടെ പല പോയിന്റ് ഓഫ് വ്യൂകളെ ഒന്നിച്ചെടുക്കാനും അതിലോട്ട് അതിൻ്റെ ഒരു ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ഒപ്പീനിയനിലേക്ക് എത്തിക്കാനും അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയായിട്ട് ഫോം ചെയ്യാനും ഒക്കെ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിനടുത്തൊക്കെയും എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്ദി അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് അദ്ദേഹം പറയുകയാണ്. പിന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് മിസ്റ്റർ SN മുഖർജീനെയും അതേപോലെ തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പങ്കും അദ്ദേഹം അവിടെ ഒട്ടും വിസ്മരിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ SN മുഖർജിയുടെ പേര് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. ഹിസ് എബിലിറ്റി ടു പുട്ട് ദ മോസ്റ്റ് ഇൻട്രിക്കേറ്റ് പ്രപ്പോസൽസ് ഇൻ ദ സിംപ്ലസ്റ്റ് ആൻഡ് ക്ലിയറസ്റ്റ് ലീഗൽ ഫോം ക്യാൻ റെയർലി ബി ഈക്വൽഡ്. അപ്പം വളരെ ഡിഫിക്കൾട്ട് ആവുന്ന സിറ്റുവേഷൻസിൽ പോലും അതിനെ പോലും വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ SN മുഖർജിയുടെ ഒരു കഴിവിനെ അദ്ദേഹം പ്രത്യേകം എടുത്ത് പ്രശംസിക്കുകയാണ്. പിന്നെ അതിനകത്ത് പറയുന്നത് സ്റ്റാഫ് വർക്കിംഗ് അണ്ടർ മിസ്റ്റർ മുഖർജിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. ഐ നോ ഹൗ ഹാർഡ് ദേ വർക്ക്ഡ് ആൻഡ് ഹൗ ലോങ് ദേ ഹാവ് ടോയിൽ സംടൈംസ് ഈവൻ ബിയോണ്ട് മിഡ് നൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അർദ്ധരാത്രിക്ക് ശേഷവും അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തികളോടൊന്നും അദ്ദേഹത്തിന് അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയും അദ്ദേഹം അവിടെ എടുത്ത് സ്പെഷ്യലി മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്താണ്, അപ്പോൾ അദ്ദേഹം ഫൈനലി ആ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുമ്പോൾ പറയുന്നത് ഐ വോണ്ട് ടു താങ്ക് ദം ഓൾ, എല്ലാവരോടും ഈ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയും അദ്ദേഹം അവിടെ മെൻഷൻ ചെയ്യുകയാണ്.
പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം ആ ഒരു പാരഗ്രാഫ് മെയിൻലി ഡെഡിക്കേറ്റ് ചെയ്ത് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടി വഹിച്ചിട്ടുള്ള ആ ഒരു പങ്ക്, അവരുടെ ആ ഒരു പാർട്ടിയുടെ ഡിസിപ്ലിൻ ആയിക്കോട്ടെ, അവരുടെ ആ ഒരു ഒത്തൊരുമ ആയിക്കോട്ടെ, അവരുടെ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരതിൻ്റെ ഭാഗമായിട്ട് നിന്നു എന്ന് പറയുന്ന കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. ദ കോൺഗ്രസ് പാർട്ടി ഈസ് therefore entitled to all the credit for the smooth sailing of the draft constitution in the assembly. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് ഇത്രയും ഈ ഒരു സ്റ്റേജ് വരെ എത്തിയതിനുള്ള ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അതിന് ഇപ്പം നമ്മൾ പോസിറ്റീവായ സപ്പോർട്ട് ചെയ്ത ആളുകളെ കുറിച്ച് പറയുന്നത്. ഇനി റിബൽസിനെ കുറിച്ച്, അതിനെ എതിർത്ത് നിന്നിട്ടുള്ള ആളുകളെ കുറിച്ച്, അതിനകത്ത് എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരാണ് അവിടെ എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. അവരെ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിക്കല്ല അദ്ദേഹം പറയുന്നത്. മിസ്റ്റർ കമ്മത്ത്, ഡോക്ടർ PS ദേശ്മുഖ്, മിസ്റ്റർ സിദ്ധ്വ, പ്രൊഫസർ സക്സേന ആൻഡ് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ. അലോങ് വിത്ത് ദം ഐ മസ്റ്റ് മെൻഷൻ പ്രൊഫസർ KT ഷാ ആൻഡ് പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു. അപ്പോൾ ഇത്രയും പേരാണ് അതിനൊരു റിബൽസ് ആയിട്ട് നിന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. The points they raised were mostly ideological. അവർ ഉയർത്തിയിട്ടുള്ള ആശയങ്ങൾ മുഴുവൻ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. I was not prepared to accept their suggestions, does not diminish the value of their suggestions, nor lessen the service they have rendered to the assembly in enlivening the proceedings. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവരുടെ ആശയങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെ ആശയങ്ങൾക്ക് വാല്യൂ ഇല്ലയെന്നോ, അവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എഫേർട്ടിന് വാല്യൂ ഇല്ലയെന്നോ ഒന്നുമല്ല. അവർക്ക് അവരുടേതായ മൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ എന്താ പറയുക നെഗറ്റീവായിട്ട് പറയാമെന്നല്ല അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ ആശയങ്ങൾ നമ്മൾ കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റിബൽസ് ആയിട്ടാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം അവരൊട്ടും മോശക്കാരാണെന്ന് അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നുള്ളത് അല്ല എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഫൈനലി ഐ മസ്റ്റ് താങ്ക് യു മിസ്റ്റർ പ്രസിഡന്റ്. ഈ പ്രസിഡന്റിനെയാണ് അവിടെ പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നത്. മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ് ഫോർ ദ വേ ഇൻ വിച്ച് യു ഹാവ് കണ്ടക്റ്റഡ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദിസ് അസംബ്ലി. അസംബ്ലിയിലെ പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തതിന് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നുണ്ട്. ദർ വർ ഒക്കേഷൻസ് വെൻ ദ അമെൻഡ്മെന്റ്സ് ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വർ സോട്ട് ടു ബി ബാർ ഓൺ ഗ്രൗണ്ട്സ് പ്യുവർ ടെക്നിക്കൽ ഇൻ ദ നേച്ചർ. അപ്പോൾ പലതരത്തിലുള്ള അമെൻമെന്റ്സുകൾ, അതായത് ചേഞ്ചസ് വരുത്തുന്ന സമയത്തെല്ലാം ഏതെങ്കിലും തരത്തിൽ അത് ബാർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക നിർത്തലാക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റം വരുത്തുക എന്നുള്ള രീതിക്കൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരികയും അതിൽ ഞങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിലൊക്കെയും സ്പെഷ്യലി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ നോട്ട് പെർമിറ്റിംഗ് ലീഗലിസം ടു ഡിഫീറ്റ് ദ വർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിലൊന്നും ആ അത്തരത്തിലുള്ള ഒരു കൈകടത്തലുകളോ ആവശ്യമില്ലാതെ നമ്മളതിനെ തടയുകയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തിൻ്റെ എന്താ പറയുക അതിനെ തോൽപ്പിക്കാതെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു അത്രയും എന്താ പറയുക വലിയൊരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു നിർമ്മാണത്തിലേക്ക് ഒരു സ്ഥലത്തും ഒരു തടസ്സമായിട്ട് നിൽക്കാതെ, അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാതെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നതിന് പ്രസിഡന്റിനോട് അദ്ദേഹം സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇനി പറയുന്നത് ഇത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടുള്ളവരുണ്ട്, അതായത് പ്രതിരോധിച്ച് നിന്നിട്ടുള്ള രണ്ടുപേരാണ് മെൻഷൻ ചെയ്യുന്നത്. സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും അതേപോലെ തന്നെ TT കൃഷ്ണമാചാരിയും. അപ്പോൾ അവരുടെ ആ ഒരു പങ്കും അദ്ദേഹം ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അവരെ സ്പെഷ്യലി പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ വർക്കിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഹോളി അപ്പോൺ ദ നേച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവത്തിൽ എന്താ പറയുക അടങ്ങിയിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്തുള്ളത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന പോയിന്റ്സ് ഉണ്ട്, അതിങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ വർക്കിങ്ങിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ പ്രൊവൈഡ് ഓൺലി ദ ഓർഗൻസ് ഓഫ് സ്റ്റേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഓർഗൻ മാത്രമാണ്, അവയവങ്ങൾ മാത്രമാണ്. സച്ച് ആസ് എ ലെജിസ്ലേച്ചർ, ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റേറ്റിൻ്റെ അവയവങ്ങൾ മാത്രമാണ്, ഓർഗൻസ് മാത്രമാണ്. ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ വർക്കിംഗ് ഓഫ് ദോസ് ഓർഗൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഡിപ്പെൻഡ് ആർ ദ പീപ്പിൾ ആൻഡ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ദേ വിൽ സെറ്റ് അപ്പ് ആസ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ടു ക്യാരി ഔട്ട് ദ വിഷേഴ്സ് ആൻഡ് ദ പൊളിറ്റിക്സ്. അപ്പോൾ അതൊക്കെ പ്രാവർത്തികമാവണം. നമുക്കറിയാം ഓർഗൻസ് ഉണ്ടായതിൻ്റെ കാര്യമില്ല, മൊത്തത്തിൽ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം നമ്മുടെ ശരീരം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഈ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൽ പറയുന്ന ഓരോ കണ്ടന്റുകളും അതിൻ്റെ ഓർഗൻസ് മാത്രമാണ്, സ്റ്റേറ്റിൻ്റെ അവയവങ്ങൾ മാത്രമാണ്. അതിനെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ആര് വേണം? നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാർ, അതായത് പീപ്പിൾ, ജനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക സിറ്റിസൺസ് അവിടെ ആവശ്യമുണ്ട്, പൗരന്മാർ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവർ രണ്ടുപേരും ഒരുപോലെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ജീവനുള്ളതായിട്ട് മാറുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു നേച്ചർ കൊണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ്, ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് മാത്രം അവിടെ പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ ഒരു പൗരന്മാരുടെ ഇമ്പോർട്ടൻസ് അദ്ദേഹം അവിടെ എടുത്തു പറയുകയാണ്.
The contamination of the constitution largely comes from two quarters. ഇനി ഇതിനൊക്കെയും ആ ഒരു ക്രിറ്റിസിസം പോലെ അതിനൊക്കെയും ഒരു വിമർശനം പോലെ വന്നിട്ടുള്ളത് രണ്ട് തലങ്ങളിൽ നിന്നായിരുന്നു എന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന് ഭരണഘടനയ്ക്ക് വിമർശനമായിട്ട് വന്നിട്ടുള്ളത് മെയിനായിട്ടും രണ്ട് മേഖലകളിൽ നിന്നായിരുന്നു. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ദ സോഷ്യലിസ്റ്റ് പാർട്ടി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇതിന് എതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വൈ ദി കണ്ടം ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് എന്തുകൊണ്ടാണ് അവർ കണ്ടം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരതിനെ കുറ്റപ്പെടുത്തുന്നത്, ഇത്രയും വലിയ മോശം കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം സ്വയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അതിന് ആൻസർ പറയുന്നുണ്ട് അല്ല എന്നുള്ളത്. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാണ്ട്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ദി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്ററേറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്ററേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ കയ്യിൽ അവകാശം കൊടുക്കുക, എല്ലാ അവകാശങ്ങളും അവരുടെ കയ്യിൽ സെൻട്രലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആശയമാണ് ഈ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്ററേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ മെയിനായിട്ടും ആ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നിൽക്കുന്നത്. ദേ കണ്ടം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ പാർലമെന്ററി ഡെമോക്രസി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഈ പറയുന്ന അധികാരം സെൻട്രലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതല്ല നമ്മുടെ ആശയം. നമ്മൾ എന്തിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്, ബേസ്ഡ് അപ്പോൺ പാർലമെന്ററി ഡെമോക്രസി. പാർലമെന്ററി ഡെമോക്രസിയിലാണ് നമ്മൾ ഊന്നി നിൽക്കുന്നത്. അപ്പോൾ അത് അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ദ സോഷ്യലിസ്റ്റ് വോണ്ട് ടു തിങ്സ്. ഈ സോഷ്യലിസ്റ്റുകൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് തിങ് ദേ വോണ്ട് ഇസ് ദാറ്റ് ഇഫ് ദേ കം ഇൻ പവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ഗിവ് ദം ദ ഫ്രീഡം ടു നാഷണലൈസ് ഓർ സോഷ്യലൈസ് ഓൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിത്തൗട്ട് പേയ്മെന്റ് ഓർ കോമ്പൻസേഷൻ. സോഷ്യലിസ്റ്റുകാർ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഇതാണ്, അതായത് എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടികളും സോഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടികളും നാഷണലൈസ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റേതാക്കി കൊടുക്കാം. പക്ഷേ അതിന് അതുവരെ ഓണറായിട്ടിരുന്ന ആൾക്ക് യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പേയ്മെൻറ്റോ കൊടുക്കാതെ ഫ്രീ ആയിട്ട് എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടികളും പബ്ലിക് പ്രോപ്പർട്ടി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസ്റ്റുകാരുടെ ആശയം. സോഷ്യലിസ്റ്റുകാരുടെ തന്നെ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ദ സെക്കൻഡ് തിങ് ദാറ്റ് ദ സോഷ്യലിസ്റ്റ് വോണ്ട് ഇസ് ദാറ്റ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻഡ് in the constitution must be absolute. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിരിക്കണം. അതായത് അതിന് യാതൊരു തരത്തിലുള്ള എന്താ പറയുക തടസ്സങ്ങൾ ഉണ്ടാവരുത്, വളരെ എന്താ പറയുക ഫിക്സഡ് ആയിരിക്കണം. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എന്നുള്ള മീനിങ്ങിൽ എടുക്കുക. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അത്രയും ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ചേഞ്ചസ് വരാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഏത് കാലത്തും, അത് സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നമുള്ള കാലമായിക്കോട്ടെ, അതിലേതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇരുന്നോട്ടെ, അപ്പോഴൊന്നും നമുക്ക് അതിലൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ഫിക്സഡ് ആയിട്ടായിരിക്കണം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് വിത്തൗട്ട് എ ലിമിറ്റേഷൻ, ഒരു ലിമിറ്റേഷൻസും ഉണ്ടാവാൻ പാടില്ല. സോ ദാറ്റ് ഇഫ് ദെയർ പാർട്ടി ഫെയിൽസ് ടു കം ഇൻ ടു പവർ they would have the unfettered freedom not merely to criticize but also to overthrow the state. അപ്പോൾ അംബേദ്കർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ എന്താ പറയുക, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അബ്സല്യൂട്ട് ആവണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവർ ഭരണത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പിടിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റേറ്റിനെ അട്ടിമറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് അവരെന്ത് പറയുന്നത്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനുള്ള യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷനും വെക്കാൻ പാടില്ല, അത് അത്രയും ഫ്രീ ആയിട്ട് ഫിക്സഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടി അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് നിൽക്കുന്നത്. These are the main grounds on which the constitution is being condemned. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു കുറ്റം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. What I do say is that the principles embodied in the constitution are the views of the present generation, or if you think this to be an overstatement, I say they are the views of the members of the Constituent Assembly. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിപ്പോൾ കാണുന്ന ഓരോ ആശയങ്ങൾ ഇന്നത്തെ ജനറേഷൻ്റെ ആവശ്യങ്ങളാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുത്തകയായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല, ഇന്നത്തെ ജനറേഷൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരി ഇന്ന് വേണ്ട കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ആളുകൾ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അതായത് ആ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയുമായിരിക്കും, ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലെ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഭരണഘടനയിലെ ഓരോ ആശയവും എന്നാണ് അദ്ദേഹം പറയുന്നത്. If you wish to maintain democracy not merely in form but also in fact, what must we do? അപ്പോൾ അതിൻ്റെ ചോദ്യമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഡെമോക്രസിയാണ് ജസ്റ്റ് ഒരു ഫോമിൽ മാത്രമല്ല, പക്ഷെ ഒരു ഫാക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ജസ്റ്റ് ഒരു ഫോമായിട്ട് ഒരു ബുക്കായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എഴുതപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കയ്യിൽ വെക്കുകയല്ലാതെ അതിനൊരു ഫാക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം
ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ദ ഫസ്റ്റ് തിങ് ഇൻ മൈ ജഡ്ജ്മെന്റ് വി മസ്റ്റ് ഡു ഇസ് ടു ഹോൾഡ് ഫാസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓഫ് അച്ചീവിങ് അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിലാണ് പറയാൻ കേട്ടോ. വി മസ്റ്റ് ഡു ഇസ് ടു ഹോൾഡ് ഫാസ്റ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡുകളെ നമ്മൾ മുറുകെ പിടിക്കണം. ഓഫ് അച്ചീവിങ് അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോഷ്യലായിട്ട് നമ്മൾ എന്തൊക്കെ ലക്ഷ്യങ്ങളിൽ നേടേണ്ടതുണ്ട്, എന്താ പറയുക, എക്കണോമിക്കായിട്ട് സാമ്പത്തികപരമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് എന്ന സംഭവങ്ങളിലേക്കൊക്കെയും അതൊക്കെയും അച്ചീവ് ചെയ്യണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം മുറുകെ പിടിക്കേണ്ടത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ആണ്. ഇറ്റ് മീൻസ് വി മസ്റ്റ് അബാൻഡൻ ദ ബ്ലഡി മെത്തേഡ്സ് ഓഫ് റെവല്യൂഷൻ. അതുകൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് മുറുകെ പിടിക്കുക എന്നതുകൊണ്ട് അദ്ദേഹം ഇതാണ് ഉദ്ദേശിക്കുന്നത്. റെവല്യൂഷൻ എന്ന് പറയുന്ന മാർഗം നമ്മൾ ഉപേക്ഷിക്കുക. റെവല്യൂഷൻ അല്ല ഒന്നിനുള്ള പരിഹാരം. ഇറ്റ് മീൻസ് ദാറ്റ് വി മസ്റ്റ് അബാൻഡൻ ദ മെത്തേഡ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്, നോൺ കോപ്പറേഷൻ ആൻഡ് സത്യാഗ്രഹം. ഈ പറയുന്ന സിവിൽ ഡിസൊബീഡിയൻസ് ആയിക്കോട്ടെ, നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ സത്യാഗ്രഹം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇതൊക്കെയും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്ന ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകളിൽ നമ്മൾ എത്തിപ്പെടാനായിട്ട്. അല്ലാതെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സിന് പുറത്തായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ കണ്ടെത്തുന്ന പുതിയ പുതിയ മാർഗ്ഗങ്ങൾ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സിന് പുറത്തുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല ഒരിക്കലും സമൂഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് നിൽക്കേണ്ടത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡുകൾ നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യും, എന്നിട്ട് നടന്നില്ലെങ്കിൽ അല്ലെ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അത് നമ്മൾ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളും സമൂഹത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത് ദ സെക്കൻഡ് തിങ്, രണ്ടാമത്തെ കാര്യം, എങ്ങനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ഫാക്ട് ആയിട്ട് കൊണ്ടുവരാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനില്ല. ഫസ്റ്റ് തിങ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഫോളോ ചെയ്യുക. സെക്കൻഡ് തിങ് എന്താണ് അദ്ദേഹം പറയുന്നത്? വി മസ്റ്റ് ഡു ഇസ് ടു ഒബ്സർവ് ദ കോഷൻ വിച്ച് ജോൺ സ്റ്റുവർട്ട് മിൽ ഹാസ് ഗിവൺ ടു ഓൾ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഡെമോക്രസി. ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഒരു ആശയത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ടു ലേ ദെയർ ലിബർട്ടീസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ഈവൻ എ ഗ്രേറ്റ് മാൻ ഓർ ടു ട്രസ്റ്റ് ഹിം വിത്ത് പവേഴ്സ് വിച്ച് എനേബിൾ ഹിം ടു സബ്വേർട്ട് ദെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ആ ഒരു കോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് എടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ പറയുന്നത്? ദർ ഇസ് നത്തിങ് റോങ് ഇൻ ബീങ് ഗ്രേറ്റ്ഫുൾ ടു ഗ്രേറ്റ് മെൻ ഹു ഹാവ് റെൻഡേർഡ് ലൈഫ് ലോങ് സർവീസസ് ടു ദ കൺട്രി. ഒരു വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള അവരുടെ സ്വന്തം ജീവിതം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മഹാനായിട്ടുള്ളൊരു മനുഷ്യനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. അതായത് നമ്മുടെ ജോൺ സ്റ്റുവർട്ട് മിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഫേമസ് ആയ പേഴ്സണാലിറ്റിയുടെ കാൽക്കൽ നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതേ ആശയത്തിനാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത്രയും ഫേമസ് ആയ ഒരു വ്യക്തി നമ്മൾ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ അയാളെ നമ്മൾ എന്താ പറയുക, അയാളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ദർ ആർ ലിമിറ്റ്സ് ടു ഗ്രേറ്റ്ഫുൾനെസ്. പക്ഷേ ആ ഒരു കടപ്പാടിന് ലിമിറ്റ് ഉണ്ട്. എല്ലാം അങ്ങോട്ട് അടിയറ വയ്ക്കുക അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഭക്തി ആൻഡ് റിലീജിയൻ, അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് ഭക്തി ആൻഡ് റിലീജിയൻ മേ ബി എ റോഡ് ടു ദ സാൽവേഷൻ ഓഫ് ദി സോൾ. ആത്മാവിൻ്റെ ആ ഒരു എന്താ പറയുക സാൽവേഷന് വേണ്ടിയിട്ട്, ആ ഒരു മുക്തിക്ക് വേണ്ടിയിട്ട്, മോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്തി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഭക്തി ഒരു മാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ബട്ട് ഇൻ പൊളിറ്റിക്സ് അതേ ഭക്തി നമ്മൾ പൊളിറ്റിക്സിൽ, ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഭക്തി തന്നെ കേട്ടോ, ഡിവോഷൻ എന്നുള്ള മീനിങ്. ബട്ട് ഇൻ പൊളിറ്റിക്സ് ഇതേ ഭക്തി പൊളിറ്റിക്സിൽ വരുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറുന്നു എന്നാണ് പറയുന്നത്. ഭക്തി ഓർ ഹീറോ വർഷിപ്പ് ഇസ് എ ഷുവർ റോഡ് ടു ഡിഗ്രഡേഷൻ ആൻഡ് ദി ഇവൻച്വൽ ഡിക്റ്റേറ്റർഷിപ്പ്. ഇതേ ഭക്തി നമ്മളിപ്പോൾ റിലീജിയനിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സ്പിരിച്വാലിറ്റിയിൽ വരുന്ന അതേ ഭക്തി പൊളിറ്റിക്സിൽ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹീറോ വർഷിപ്പിലോട്ട് മാറുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ നമ്മൾ ആരാധിക്കുക, അയാളോട് അകമഴിഞ്ഞ കടപ്പാട് വരിക. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓവറായിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ്സ് എ ഷുവർ റോഡ് ടു ഡിഗ്രഡേഷൻ. നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യപ്പെടും? നമ്മളവിടെ തരം താഴ്ത്തപ്പെടുകയാണ്. അതിലേക്ക് തീർച്ചയായിട്ടും അത് നയിക്കും ആൻഡ് ടു ഇവൻച്വൽ ഡിക്റ്റേറ്റർഷിപ്പ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ഏകാധിപത്യത്തിലേക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടിയിൽ എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക പഞ്ചഉച്ചടക്കി നിൽക്കുക എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയിലേക്ക് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഭക്തി ആയിക്കോട്ടെ, എന്താ പറയുക നമ്മുടെ എന്താ പറയുക കടപ്പാടായിക്കോട്ടെ, എന്താണെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കണം.
ഇനി അദ്ദേഹം മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്, ദ തേർഡ് തിങ് വി മസ്റ്റ് ഡു ഇസ് നോട്ട് ടു ബി കണ്ടന്റ് വിത്ത് mere പൊളിറ്റിക്കൽ ഡെമോക്രസി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് പാടില്ല. വി മസ്റ്റ് മേക്ക് അവർ പൊളിറ്റിക്കൽ ഡെമോക്രസി എ സോഷ്യൽ ഡെമോക്രസി ആസ് വെൽ. നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസി ഒരു സോഷ്യൽ ഡെമോക്രസി കൂടെ ആവണം. വെറും പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ മാത്രം കണ്ണുടച്ച് വിശ്വസിച്ച് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല. വാട്ട് ആർ സോഷ്യൽ ഡെമോക്രസി മീൻ? അപ്പം നമുക്ക് തോന്നും എന്താണ് ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് നമുക്ക് തോന്നും. അതും അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് മീൻസ് എ വേ ഓഫ് ലൈഫ് വിച്ച് റെക്കഗ്നൈസസ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം പറയണം, നിങ്ങൾക്കറിയാം ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി നമ്മൾ പറയും, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മൾ പറയും. ഈ മൂന്ന് കാര്യങ്ങൾ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സോഷ്യൽ ഡെമോക്രസി. ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആർ നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ ട്രിനിറ്റി. ദേ ഫോം എ യൂണിയൻ ഓർ ട്രിനിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് ടു ഡിവോഴ്സ് വൺ ഫ്രം ദ അതർ ഈസ് ടു ഡിഫീറ്റ് ദ വെരി പർപ്പസ് ഓഫ് ഡെമോക്രസി. അദ്ദേഹം പറയണം, ഈ പറയുന്ന ഈക്വാലിറ്റി, ഈ പറയുന്ന ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, മൂന്ന് സെപ്പറേറ്റ് കാര്യങ്ങളല്ല, മൂന്നോ ഒന്നാണ്. ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ടിനും അവിടെ നിലനിൽപ്പില്ലാത്ത തരത്തിൽ പരസ്പരം ബോണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നത്, അതായത് ലിബർട്ടി, ഇപ്പോൾ സ്വാതന്ത്ര്യം ഇല്ല എന്ന് വിചാരിക്കുക, ലിബർട്ടി കിട്ടുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും, ഈ പറയുന്ന തുല്യതയും സാഹോദര്യം ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അവർക്ക് തുല്യതയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല. സാഹോദര്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സ്വാതന്ത്ര്യം ഇല്ല. അതേപോലെ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറയുന്ന ലിബർട്ടിക്കും ഫ്രട്ടേണിറ്റിക്കും അവിടെ ഒരു വാല്യൂ ഇല്ല. കാരണം ഈക്വാലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തില്ല, എന്ത് ലിബർട്ടി ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. ചിലർ ചില രീതിയിൽ ചെയ്യും, ചില രീതിയിൽ ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒന്നിനൊരു കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റിക്കും യാതൊരു മൂല്യമില്ല. പിന്നെ ഈ പറഞ്ഞ സാഹോദര്യം, ഫ്രട്ടേണിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ലിബർട്ടിക്കും ഈക്വാലിറ്റിക്കും എന്ത് വാല്യൂ ആണ്? പരസ്പരം ഒരു സാഹോദര്യമോ സ്നേഹമോ ഒന്നും ഇല്ലാത്തൊരു സമൂഹത്തിൽ എന്ത് ലിബർട്ടി, എന്ത് ഈക്വാലിറ്റി ഉണ്ടായിട്ട് എന്താണ് കാര്യമുള്ളത്? അപ്പോൾ അത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടതല്ല, മൂന്നും ഒന്നിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. വിത്തൗട്ട് ഈക്വാലിറ്റി, ലിബർട്ടി വുഡ് പ്രൊഡ്യൂസ് ദ സുപ്രമസി ഓഫ് ദി ഫ്യൂ ഓവർ ദ മെനി. ഇത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒന്നുകൊണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈക്വാലിറ്റി ഇല്ലെങ്കിൽ, ലിബർട്ടി ഇല്ലെങ്കിൽ, ഫ്രട്ടേണിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ പറയണം? വി മസ്റ്റ് ബിഗിൻ ബൈ അക്നോളജിങ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ടു തിങ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇല്ല. കംപ്ലീറ്റ് ആബ്സെൻസ് ആണ്, ആ സംഭവം ഇല്ലേ ഇല്ല. എന്താണ് രണ്ട് കാര്യങ്ങൾ? വൺ ഓഫ് ദിസ് ഇസ് ഈക്വാലിറ്റി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്. തുല്യത എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇല്ല. On the social plane, we have in India a society based on the principle of graded inequality, which means elevation for some and degradation for others. On the economic plane, we have a society in which there are some who have immense wealth as against many who live in an abject poverty. ഈ ഈക്വാലിറ്റി ഇല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാം? സോഷ്യൽ പ്ലെയിൻ നോക്കിയാലും നമുക്കറിയാം, എക്കണോമിക് പ്ലെയിൻ നോക്കിയാലും അറിയാം. സാമൂഹ്യപരമായിട്ടുള്ള തലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ചിലർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊന്നും മറ്റു ചിലർക്ക് കിട്ടുന്നില്ല. അതേപോലെ എക്കണോമിക് പ്ലെയിൻ, സാമ്പത്തികമായിട്ട് തലം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ചിലരുടെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട്, ചിലരുടെ കയ്യിൽ ജീവിക്കാനുള്ള മാർഗം പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മുടെ സമൂഹത്തിൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. On the 26th January 1950, we are going to enter into the life of contradiction. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് നമ്മൾ ഈ ഒരു റിപ്പബ്ലിക് ആവാൻ പോകുന്നതിന് ശേഷം ജാനുവരി 1950 എന്താ പറയുക 26ന് ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു? മൊത്തത്തിൽ ഇനി നമ്മുടെ ലൈഫ് കോൺട്രാഡിക്ഷൻസ് ആവാൻ പോവുകയാണ്. അതായത് വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിറയാൻ പോവുകയാണ്. ഇൻ പൊളിറ്റിക്സ് വി വിൽ ഹാവ് ഈക്വാലിറ്റി. പൊളിറ്റിക്സിൽ നമ്മൾ പറയും ഈക്വാലിറ്റി എന്ന് പറയും. ആൻഡ് ഇൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് വി വിൽ ഹാവ് ഇൻഈക്വാലിറ്റി. അതേ സെയിം സാധനം നമ്മൾ സോഷ്യൽ ലൈഫിൽ, എക്കണോമിക് ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈക്വാലിറ്റി കാണാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ എല്ലാം വൈരുദ്ധ്യങ്ങളായിരിക്കും. ഒരു ഭാഗത്ത് ഉണ്ടെന്ന് പറയുന്ന അതേ സാധനം മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. We must remove this contradiction at the earliest possible moment, or else those who suffer from inequality will blow up the structure of political democracy which this assembly has so laboriously built up. അദ്ദേഹം പറയും, ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സഫർ ചെയ്ത് കിടക്കുന്ന ജനവിഭാഗങ്ങളുണ്ടല്ലോ, ഇനീക്വാളിറ്റീനെ അനുഭവിച്ച് ഒരു അവസരങ്ങളും കിട്ടാതെ നടക്കുന്ന ജനവിഭാഗങ്ങൾ ഒരിക്കൽ അവരുടെ രോഷത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന സ്ട്രക്ചർ തന്നെ അവർ ഇല്ലാതെയാക്കാൻ സാധ്യതയുണ്ട്. ദ സെക്കൻഡ് തിങ്, ഇനി രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മളെന്താ പറഞ്ഞത്? നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞത് ഈക്വാലിറ്റി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റിയാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ഫ്രട്ടേണിറ്റി മീൻ? എന്താണ് ഫ്രട്ടേണിറ്റി? ഫ്രട്ടേണിറ്റി മീൻസ് എ സെൻസ് ഓഫ് കോമൺ ബ്രദർഹുഡ്, സാഹോദര്യമാണ്. ഓഫ് ഓൾ ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സാഹോദര്യം. ഇഫ് ഇന്ത്യൻസ് ബീയിങ് വൺ പീപ്പിൾ,
അതായത് ഇന്ത്യക്കാർ ഒന്നാണ് എന്നുള്ളൊരു ആശയമാണത്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ വിച്ച് ഗീവ്സ് യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഐക്യം കൊണ്ടുവരുന്നത് ആ ഒരു ഐഡിയയാണ്. ഇറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് തിങ് ടു അച്ചീവ്. പക്ഷേ അതേ സാധനം തന്നെ അച്ചീവ് ചെയ്തെടുക്കുക, ഈ ഒരാൾക്ക് മറ്റൊരാളെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയായിട്ട് കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണെന്നാണ് പറയണം. അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം USA ഒരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഒരു പ്രയറിനെ കുറിച്ചാണ് പറയുന്നത്. ഓ ലോർഡ് ബ്ലസ് അവർ നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയർ അവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ സെയിം സാധനം തന്നെ നേഷൻ എന്ന് പറയുന്ന വേർഡ് അവിടെ വേണ്ട, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ള വേർഡ് അവിടെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ള നെയിം അവിടെ എടുത്തു പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചേഞ്ചസ് വരികയും പിന്നീട് അത് ഓ ലോർഡ് ബ്ലസ് ദീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു രീതിക്ക് ആ പ്രയർ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. There was so little solidarity in the USA at the time when this incident occurred that the people of America did not think that they were a nation. അപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത്, ഈ ഒരു സംഭവം നടന്ന സമയത്ത് USA ഒട്ടും ഈ പറഞ്ഞ സാഹോദര്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് അവർക്ക് ഒരിക്കലും ഓ ലോർഡ് ബ്ലസ് അവർ നേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു രാഷ്ട്രമാണ്, ഒരു രാജ്യമാണ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഇറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ ആ ഒരു രീതിക്കാണ് അവർ കണ്ടിട്ട്, അവരൊരു രാജ്യമാണെന്നോ ഒരുപോലെയാണെന്നോ സാഹോദര്യം ഉണ്ടെന്നോ ഉള്ള ചിന്തയൊന്നും അവരിൽ ആ കാലത്ത് ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നത്. അതൊരു എക്സാമ്പിളായിട്ട് നമ്മളെ വെച്ച് കമ്പയർ ചെയ്യാണ് കേട്ടോ, ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യാണ്. I remember the days when politically minded Indians resented the expression the people of India. അതായത് അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരുന്നു. അതിൽ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ത്യൻ നേഷൻ എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഇപ്പോൾ അമേരിക്കയുടെ ഇൻസിഡൻറ്റ് പറഞ്ഞില്ലേ, അതുപോലെ വെച്ചിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യണം. ഹൗ ക്യാൻ പീപ്പിൾ ഡിവൈഡ് ഇൻ ടു സെവറൽ തൗസൻഡ്സ് ഓഫ് കാസ്റ്റ് ബൈ ബി എ നേഷൻ? അപ്പോൾ അദ്ദേഹം പറയണം ദ ഇന്ത്യൻ നേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളെല്ലാം ഒന്നായിരിക്കണം, ഒരു രാഷ്ട്രത്തിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്നവരായിരിക്കണം. ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൽ എങ്ങനെ പല പല ജാതികളായി മതങ്ങളായി അങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തെ ആളുകൾ നമുക്ക് എങ്ങനെ ഒരു നേഷൻ എന്ന് വിളിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം അവിടെ ചോദിക്കുന്നത്. The sooner we realize that we are not as yet a nation in the social and psychological sense of the word, the better for us. അപ്പോൾ അദ്ദേഹം പറയാം ആ ഒരു ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. For then only we shall realize the necessity of becoming a nation and seriously think of ways and means of realizing the world. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് ഒരു നേഷൻ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ പറയേണ്ട ഐക്യവും സാഹോദര്യവും ഉണ്ടാവേണ്ടതെന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. The realization of this goal is going to be very difficult. അത് തിരിച്ചറിയാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. far more difficult than it has been in the United States. US-ൽ അത് നടന്നതിനേക്കാട്ടും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ. The United States has no caste problem. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാസ്റ്റ് പ്രോബ്ലം ഇല്ല, ജാതി പ്രശ്നമില്ല. ഇൻ ഇന്ത്യ ദർ ആർ കാസ്റ്റ്, പക്ഷേ ഇവിടെ എന്താണ്, ജാതികളുണ്ട്. ദ കാസ്റ്റ് ആർ ആൻറ്റി നാഷണൽ ആൻഡ് ഇൻ ഫസ്റ്റ് പ്ലേസ് ബിക്കോസ് ദേ ബ്രിങ് അബൌട്ട് സെപ്പറേഷൻ ഇൻ സോഷ്യൽ ലൈഫ്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ഉള്ളിൽ വിഭജനം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യമാണ്. ദേ ആർ ആൻറ്റി നാഷണൽ ഓൾസോ ബിക്കോസ് ദേ ജനറേറ്റ് ജലസി ആൻഡ് ആൻറ്റിപ്പതി ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് കാസ്റ്റ്. ജാതികൾ തമ്മിൽ ഈ പറഞ്ഞ ദേഷ്യവും ജലസിയും ആൻറ്റിപ്പതിയും ഒക്കെ കൊണ്ടുവരുന്ന ഘടകമാണ് ഈ കാസ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാസ്റ്റ് സിസ്റ്റമാണ് ഈ പറയുന്ന എല്ലാ ഫ്രട്ടേണിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊളിറ്റിക്കൽ പവർ ഇൻ ദിസ് കൺട്രി ഹാസ് ടു ലോങ് ബീൻ എ മോണോപ്പൊളി ഓഫ് എ ഫ്യൂ. പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എന്തായിട്ട് ഒരു മൊണോപ്പൊളി ആയിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന തരത്തിലേക്ക് ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പിന്നീട് എന്താണ് പറയുന്നത്, ദിസ് മൊണോപ്പൊളി ഹാസ് നോട്ട് മെയർലി ഡിപ്രൈവ്ഡ് ദം ഓഫ് ദെയർ ചാൻസ് ഓഫ് ബെറ്റർമെൻറ്റ്, ഇറ്റ് ഹാസ് സാപ്ഡ് ദം ഓഫ് വാട്ട് മേ ബി കോൾഡ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതൊരിക്കലും അവരുടെ ആ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ സിഗ്നിഫിക്കൻസ് പോലും മറക്കുന്ന തരത്തിലേക്ക് ആളുകളെ ഈ ഒരു മോണോപ്പൊളി കൊണ്ടെത്തിക്കും. പിന്നെ അദ്ദേഹം പറയാണ് ഫോർ ആസ് ഹാസ് ബീൻ വെൽ സെഡ് ബൈ എബ്രഹാം ലിങ്കൻ്റെ ഒരു അഭിപ്രായം പറയണം, എ ഹൗസ് ഡിവൈഡഡ് അഗൈൻസ്റ്റ് ഇറ്റ്സെൽഫ് കനോട്ട് സ്റ്റാൻഡ് വെരി ലോങ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വീടിനകത്ത് തന്നെ പല പല ഡിവിഷൻസ് ആണ്, പല പല തരത്തിലാണ് ആളുകൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പല പല ചേരി തിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല, ആ വീടിന് ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റില്ല. ഇവിടെ വീടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തം നേഷനെ തന്നെയാണ്. ആൻഡ് ദെൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം ഇമ്പോർട്ടൻസ് സ്ട്രെസ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഈ പറയുന്ന ഈക്വാളിറ്റി ഫ്രട്ടേണിറ്റി തിരിച്ചു വരേണ്ട അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ വീണ്ടും എടുത്തു പറയുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഇസ് നോ ഡൗട്ട് എ മാറ്റർ ഓഫ് ജോയ്. സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെ പറയുന്നത് നല്ല രസമുള്ള കാര്യമാണ്. ബട്ട് ലെറ്റ് us നോട്ട് ഫർഗെറ്റ് ദാറ്റ് ദിസ് ഇൻഡിപെൻഡൻസ് ഹാസ് ത്രോൺ ഓൺ us ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ഈ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് ഉത്തരവാദിത്ത ഭാരമാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ബൈ ഇൻഡിപെൻഡൻസ്, ഈ ഇൻഡിപെൻഡൻസ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, വി ഹാവ് ലോസ്റ്റ് ദ എക്സ്ക്യൂസ് ഓഫ് ബ്ലെയിമിങ് ദ ബ്രിട്ടീഷ് ഫോർ എനിത്തിങ് ഗോയിങ് റോങ്.
മുന്നേ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ സമൂഹത്തിൽ എന്ത് നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാർ ഭരിക്കൊണ്ടാണെന്ന് പറഞ്ഞു ഒഴിയായിരുന്നു. ഇഫ് ഹിയർ ആഫ്റ്റർ തിങ്സ് ഗോ റോങ്, പക്ഷെ ഇവിടെ അങ്ങോട്ട് ഇനി അത് നടക്കില്ല. വി വിൽ ഹാവ് നോ ബഡി ടു ബ്ലെയിം എക്സെപ്റ്റ് അവർ സെൽസ്. നമുക്കിനി കുറ്റപ്പെടുത്താൻ ആരുമില്ല, കാരണം ബ്രിട്ടീഷുകാർ പോയി, ഭരണം നമ്മുടെ ആളുകളുടെ കയ്യിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിനി എന്ത് സംഭവിച്ചാലും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും. ദർ ഇസ് ഗ്രേറ്റ് ഡേഞ്ചർ ഓഫ് തിങ്സ് ഗോയിങ് റോങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു എന്താ പറയുക, ഇത്തരത്തിൽ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഡേഞ്ചർ ആയിട്ട് അല്ലെങ്കിൽ റോങ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. Let us resolve not to be tardy in the recognition of the evils that lie across our path and wish induce people to prefer government for the people to government by the people. അപ്പോൾ ചില ആളുകൾ നമ്മളെ എന്തിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും, ഗവൺമെൻറ് ബൈ ദ പീപ്പിളിന് പകരമായിട്ട് ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ ആണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അതായത് ഗവൺമെൻറ് ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമ്മളിൽ ഒരാളാണ് അവിടെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്, നമുക്ക് അവിടെ എന്തിനുള്ള അവകാശമുണ്ട്, കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അത് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളോട് അവരെന്ത് പറയും, ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പീപ്പിളിന് വേണ്ടിയുള്ള ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ പീപ്പിളല്ല ഗവൺമെൻറ്, നമ്മളല്ല അവിടെ ഗവൺമെൻറ്, നമ്മളല്ല അവിടെ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ജനങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഗവൺമെൻറ് എന്നുള്ള രീതിക്ക് അത് മാറും. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയുന്നതിനെ വിശ്വസിക്കരുത്. നമുക്ക് വേണ്ടത് എന്താണ്, ഗവൺമെൻറ് ബൈ ദ പീപ്പിളാണ്, നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്, നമ്മളാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാവേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോട്ട് ടു ബി വീക്ക് ഇൻ അവർ ഇനീഷ്യേറ്റീവ് ടു റിമൂവ് ദം. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അവരേനെ എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തിനു സാധിക്കും, നമുക്ക് അവരുടെ മേലൊരു അവകാശം ഉണ്ടായിരിക്കും. ദിസ് ഈസ് ദ ഓൺലി വേ ടു സെർവ് ദ കൺട്രി. ഈ ഒരു കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു മാർഗ്ഗം മാത്രമാണ് രാജ്യത്തിനെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഉള്ളൂ. ഐ നോ ഓഫ് നോ ബെറ്റർ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ടും പറയുന്ന കാര്യങ്ങൾ. ഇതിൽ എല്ലാ മെയിൻ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തു. ചില നമുക്ക് പറയേണ്ട ചില ലൈൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ മേജറായിട്ടുള്ള എല്ലാ ലൈൻസും എല്ലാ പോയിൻറ്റ്സും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ അതേ രീതിക്ക് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു.